ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ രാവിലെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേന് 10-11 മണിയായി. അങ്ങനെ ഞാൻ തട്ടിക്കൂട്ടി ഒരു ദോശയ്ക്കുള്ളൊരു കറിയാണ് ഉണ്ടാക്കിയത്. ദോശയൊക്കെ കഴിച്ച പിന്നെ ഞാൻ രാമളവരെ ഇറങ്ങി മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് മാങ്ങയിട്ട് കാരിൽ മാങ്ങയിട്ട് കറി വെക്കാമെന്ന് വെച്ചാൽ അങ്ങനെ മീനൊക്കെ അരച്ചൊഴിച്ച് പുറത്ത് എനിക്ക് വിഴുക്കുവരട്ടി ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ വിഴുക്കുവരട്ടിക്ക് പച്ചക്കായും ഉരുളക്കിഴങ്ങും കൂടെ എടുത്ത് വിഴുക്ക് വരട്ടാനൊക്കെ അരിഞ്ഞ് അതിൽ ഈ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടതും നല്ല പുരട്ടി വെക്കും. കുറച്ച് നേരം വെച്ചിട്ട് അടുപ്പിൽ വെച്ച് വേവിക്കും. അപ്പുറത്ത് കറിയും വേവുന്നുണ്ട്. എന്നിട്ട് അപ്പോഴത്തേന് എനിക്ക് ഞാനവിടെ പുളിയൊക്കെ വാങ്ങിക്കണമായിരുന്നു. വടക്കം പുളിയും പിഴുപുളിയൊക്കെ തീർന്നതിന് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അതെല്ലാം ബോട്ടിലൊക്കെ ആക്കി. അന്നേരം വിചാരിച്ച് മോര് ഇരിപ്പുണ്ട്. അന്നേരം മോര് കാച്ചാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് തൈരിരുന്നു. അങ്ങനെ അതെടുത്തിട്ട് വന്ന് തൈര് എടുത്തപ്പോണ്ട് കവറിങ്ങനെ അത് ഐസ് പിടിച്ചിരിക്കുന്നു. നല്ല രസമുണ്ട് അത് കാണാൻ. അങ്ങനെ ഞാൻ അതെടുത്ത് കുഞ്ഞാറ്റെ കാണിച്ചു കൊടുക്കുകയാണ്. ഐസ് കണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ മോരിനൊക്കെ അരച്ച് കടുവൊക്കെ വറുത്ത് എല്ലാവരും ഊണൊക്കെ കഴിച്ചു. ഊണ് കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും കട്ടൻ ചായയും ഒക്കെ കുഞ്ഞാറ്റ ഉണ്ടാക്കി. ബിജുവണ്ണൻ ബന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാവരും കൂടെ ഒക്കെ കഴിച്ച് കട്ടൻ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഞങ്ങളുടെ കുട്ടു അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ബിജുവണ്ണൻ്റെ അടുത്ത് കയറി സെറ്റിൽ കണ്ട ബിജുവണ്ണൻ പിടിച്ചുകൊണ്ടിരിക്കുക. അവൻ നോക്കി ഞങ്ങളകത്ത് കട്ടിലിൽ ഇരിക്കുന്നു. അവനത് അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.